ഞങ്ങളെ ഔദ്യോഗികമായിട്ട് പരിചയപ്പെട്ട ഞാൻ അഡ്വക്കേറ്റ് കെ പി രാമചന്ദ്രൻ, ഹൈക്കോടതി അഭിഭാഷകനാണ്. എൻ്റെ വലതുവശത്തിരിക്കുന്ന ആൾ നിങ്ങളിലൊരാളാണ്, ഗിരീഷ് ബാബു. അദ്ദേഹം പത്രപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് ശ്രീ സലാം കാവാട്, കോതമംഗലം ചെറുവട്ടൂർ സ്വദേശിയായ ഇദ്ദേഹം രാജൻ കേസുമായി വളരെയടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അദ്ദേഹം 1989 മാർച്ച് 2-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ പൂരാസുണ്ടിൽ നിന്ന് കക്കയത്തേക്ക് നടന്ന ഒരു കൂട്ടം പേരുടെ മാർച്ച്, രാജന്റെ പ്രതിമ സ്ഥാപിക്കുവാൻ വേണ്ടി നടത്തിയ മാർച്ചിൽ പങ്കാളിയായ വ്യക്തിയാണ്. അന്ന് ആ മാർച്ചിൽപ്പെട്ട 120ഓളം പേരെ അന്നത്തെ കോഴിക്കോട് ജില്ലാ പോലീസ് സൂപ്രണ്ട് ശേഖരൻ മിനിയോടിന്റെ നിർദ്ദേശപ്രകാരം ഭീകരമായി മർദ്ദിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടക്കപ്പെട്ടു. അന്ന് ജയിലിൽ അടക്കപ്പെട്ട 120 പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇന്ന് എന്റെ ഇടതുവശത്തിരിക്കുന്ന ശ്രീ സലാം കാവാട്. അദ്ദേഹം അന്ന് ജയിലിൽ പ്രവേശിക്കപ്പെട്ടപ്പോൾ കേവലം 16.5 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. 19 ദിവസത്തോളം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന വ്യക്തിയാണ്. ഇനി ഞങ്ങളുടെ ഈ സൗദ്യമത്തിലേക്ക് കടക്കട്ടെ. നമ്മളെല്ലാവരും വിചാരിക്കും രാജൻ കേസ് കഴിഞ്ഞു പോയ പ്രത്യേകമാണ്. ഒരിക്കലുമല്ല. രാജൻ കേസിന്റെ പ്രസക്തി പല കാരണങ്ങൾ കൊണ്ടും നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ഏറ്റവും ഒടുവിലായി സമാന സ്വഭാവമുള്ള വർഗീസ് വധക്കേസിൽ പ്രതി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വർഗീസ് വധക്കേസും രാജൻ കേസും തമ്മിൽ സമാനതകൾ പലതുണ്ട്. ആ സമാനതകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വിശദമായി കടക്കുന്നില്ല. രാജൻ കേസ് 34 വർഷം മുമ്പ് നടന്ന കേസാണെങ്കിൽ രാജൻ കേസ് നിലനിന്നിരുന്ന സമയത്ത് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഉള്ള സ്റ്റേറ്റ് തന്നെയാണ് ഇന്നത്തെ സ്റ്റേറ്റ്. അതായത് കേരള സ്റ്റേറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി, ലീഗൽ എൻറ്റിറ്റി. സ്റ്റേറ്റ് എന്നത് തുറന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. സ്റ്റേറ്റിന് ഒരിക്കലും അവസാനമില്ല. രാജ്യം എന്ന് പറയുന്നത് പോലെ തന്നെ സ്റ്റേറ്റും ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് എൻറ്റിറ്റി എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിലും നിയമവൃത്തങ്ങളിലും പറയുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്ന അതേ സ്റ്റേറ്റ് തന്നെയാണ് ഇന്ന് തുറന്നു വന്ന സ്റ്റേറ്റ്, തുറന്നു വരുന്ന സ്റ്റേറ്റ്. സ്റ്റേറ്റിന് വ്യത്യാസമില്ല. സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിനോ ഭരണകർത്താക്കൾക്കോ മാത്രമേ വ്യത്യാസമുള്ളൂ. ആയതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റിന്റെ എല്ലാ ഇംപ്ലിക്കേഷൻസും, ആ സ്റ്റേറ്റിന്റെ എല്ലാ പ്രധാന സവിശേഷതകളും ഇന്നത്തെ സ്റ്റേറ്റിനും ഉൾക്കൊള്ളാവുന്നതാണ്. രാജൻ കേസിൽ പല വെളിപ്പെടുത്തലുകളും ഈ അടുത്ത കാലത്തായി വന്നിട്ടുണ്ട്. പ്രധാനമായി അന്നത്തെ മർദ്ദന പ്രക്രിയയിൽ പങ്കാളിയായിരുന്ന ലോറൻസ് എന്ന പോലീസുകാരൻ കണ്ണൂർ വെച്ച് ഒരു വാർത്താ സമ്മേളനത്തിലാണെന്നോ തോന്നുന്നു, കൃത്യമായ വിവരം എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ കേട്ട് മനസ്സിലാക്കിയത് ഒരു വാർത്താ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ഇതിന്റെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു എന്നാണ്. ലോറൻസ് വീണ്ടും ചില പത്രക്കാരോട് രാജൻ കേസിനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി 2010 അവസാന മാസത്തിൽ കോഴിക്കോട് വെച്ച് പബ്ലിഷ് ചെയ്യപ്പെട്ട അടിയന്തരാവസ്ഥയും ഞാനും എന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ കർത്താവായ കാനങ്ങോട്ട് രാജൻ എന്നയാൾ മിസ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുകയും രാജനെ അറസ്റ്റ് ചെയ്ത അതേ ദിവസം മുതൽ തന്നെ കക്കയം കേസിൽ പോലീസിന്റെ ഭീകരമർദ്ദനത്തിന് ഇരയാവുകയും തുടർന്ന് രാജൻ മരണപ്പെടുന്നത് നേരിൽ കണ്ട ഏക ദൃക്സാക്ഷിയുമാണെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിവരിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഒരു കോപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തരാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൃക്സാക്ഷികൾ പലരും രാജൻ കേസിൽ
രാജൻ കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ തരാൻ ഒരു കാലത്ത് പഠിച്ചു നിന്നവരാണ്. എന്നാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ പരിണാമത്തിന്റെ ഭാഗമായി പുതിയ തെളിവുകളുമായി അവർ രംഗത്തേക്ക് കടന്നു വരാമെന്ന് പരോക്ഷമായിട്ട് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നോടെന്ന് പറയുന്നത് രാജൻ കേസ് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഈ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹി എന്ന നിലയിൽ ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ, നിങ്ങൾ ആദ്യമായി ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുക, അതിൽ നിന്ന് മീഡിയയെ ഈ കേസ് ലൈവാക്കി കൊണ്ടുവരിക, പത്രക്കാരും മീഡിയകളും മറ്റു സന്നദ്ധ സംഘടനകളും അല്ലെങ്കിൽ മറ്റു മനുഷ്യാവകാശ പ്രവർത്തകരും ഈ കേസ് പുനരുജ്ജീവിപ്പിക്കുകയും ഈ പുനരന്വേഷണത്തിന്റെയും പുനർവിചാരണയുടെയും പ്രസക്തി ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിലും ഗവൺമെന്റിന്റെ മുന്നിലും യഥാവണ്ണം വരച്ചു കാട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ കേസ് കാലിക പ്രാധാന്യമുള്ളതും അടിയന്തരാവസ്ഥയുടെ കരാള ദൃശ്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വരച്ചു കാട്ടാൻ ഉതകുന്ന ഒരു പ്രക്രിയമായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇതിന്റെ പിറകിൽ ദൃക്സാക്ഷികളായ കുറെ വ്യക്തികൾ ഞാനുമായി സംവാദത്തിൽ ഏർപ്പെട്ടു. അങ്ങനെയുള്ള ഒരു സംവാദത്തിന്റെ ഭാഗമായാണ് ഇങ്ങനൊരു ആക്ഷൻ കൗൺസിൽ അനൗപചാരികമായെങ്കിലും രൂപീകരിക്കാനിടയായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്റ്റേറ്റ് എന്ന പ്രക്രിയ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ അതേ സ്റ്റേറ്റിന്റെ സ്വഭാവ സവിശേഷതകളോടുകൂടി, നിയമപരമായ സ്വഭാവ സവിശേഷതകളോടുകൂടി ഇന്നത്തെ ഭരണകൂടം നിലനിൽക്കുകയാണ്. ഇന്നത്തെ ഭരണകൂടത്തിന്റെ നിയമത്തിന്റെ മുന്നിലുള്ള ലീഗൽ എൻറ്റിറ്റി അന്നത്തെ സ്റ്റേറ്റായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് ഭരണം മാറിയാലും ഇന്നത്തെ സ്റ്റേറ്റിന് ഇതിൽ നിന്ന് പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി ഇതിൽ പ്രവർത്തിക്കേണ്ടത്, ഇതിന്റെ ക്രിമിനൽ ലയബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്നത്തെ സംസ്ഥാനത്തിനുമുള്ളത്. ഇനി ഏതാനും ചുരുങ്ങിയ മാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഇന്നത്തെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ അവർ ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പായി തന്നെ ഈ കേസിൽ ഒരു പുനരന്വേഷണവും പുനർവിചാരണയും നടത്താം. അവർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നടത്താം. അതിനുവേണ്ടി നമ്മൾ ഒരു തിരി കൊടുത്തിടുക. ആ ഒരു തിരി തീവ്രമായി നിങ്ങൾ കൊണ്ടുപോകുന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ വിളിച്ചു ചേർത്തത്. രാജന്റെ ഭരണത്തിൽ നേരിട്ട് പങ്കാളികളായ ലക്ഷ്മണ, മോഹനൻ, ജയദേവൻ, സോമൻ, വേലായുധൻ, ലോറൻസ്, ജയരാജൻ, ബീരാൻ, അബൂബക്കർ, പുലിക്കോടൻ എന്നിവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ച് നിർണായകമായ തെളിവുകൾ ഇനിയും കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഏറെയാണ്. സംസ്ഥാന ഗവൺമെന്റും ബന്ധപ്പെട്ട അധികാരികളും വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പുനരന്വേഷണത്തിന്റെ പ്രഭാതം അകലെയല്ല. ഒരു പുനരന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ പിറകിൽ നമ്മൾ കേൾക്കാത്ത പല സംഭവ വികാസങ്ങളും പുറത്തേക്ക് വരും. സത്യത്തിൽ രാജൻ കേസ് ഒറ്റപ്പെട്ട കേസല്ല. രാജനെ പോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ട മറ്റനവധി തടവുകാരും അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ പീഡനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനും അടിയന്തരാവസ്ഥയിലെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകാനും ആവശ്യമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, മൂന്നാർ ട്രിബ്യൂണൽ രൂപീകരിച്ചതുപോലെ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ട്രിബ്യൂണൽ അടിയന്തരാവസ്ഥ കാലത്തെ മനുഷ്യാവകാശ ദംശനത്തിനെതിരെ ഗവൺമെന്റിന് ആവശ്യമെന്ന് തോന്നിയാൽ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അതിനുവേണ്ട എല്ലാവിധ പ്രക്ഷോഭ പരിപാടികളും ആക്ഷൻ കൗൺസിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു.